ഇന്നത്തെ ദിവസം വീട്ടിൽ വിരുന്നുകാരുള്ള ഒരു ദിവസമായിരുന്നേ. കുട്ടികളുടെ പാട്ടും ചിരിയും ഒക്കെ ഇതിലുണ്ട്. നല്ലൊരു അടിപൊളി ഡേ ആയിരുന്നേ. ഞങ്ങൾ രാത്രി ഇമ്പോസ്റ്റർ ഗെയിം കളിച്ചും ചിരിച്ചും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത ഡേ കൂടിയായിരുന്നേ ഇന്ന്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അങ്ങനെ ഇന്നലത്തെ സന്തോഷങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് കേട്ടോ തുടങ്ങുന്നത്. അങ്ങനെ എല്ലാവരും എണീറ്റ് ആദ്യം തന്നെ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കാണ്. ഇന്ന് ചായക്ക് കടിയായിട്ട് ഉണ്ടായിരുന്നത് പൊറാട്ടയും ചിക്കൻ കറിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ എല്ലാരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ചായ കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓരെല്ലാരും കൂടി എന്ത് ചെയ്തു, കാക്കാന്റെ വീട്ടിലേക്കൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഓരെ കൂടെ തന്നെ മോളും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മോള് ഓരോ കൂടെ പോയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഇന്നലെ രാത്രിക്കത്തെ പാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ എടുത്തു വെക്കാനും അടിച്ചു വാരി തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇനി മോള് വരുമ്പോഴത്തേക്ക് എന്നാലും അടിച്ചു വാരി തുടച്ച കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഞാൻ നോക്കണ്ടല്ലോ. ചിലപ്പോ ആണെങ്കിലും ഓക്ക് ചില ദിവസങ്ങളിൽ ഒരു കുറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. പിന്നെ അടിച്ചു വാരാനും തുടക്കാനൊന്നും സമ്മതിക്കൂലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓള് പോയ ഉടനെ തന്നെ വേഗം അടിച്ചു വാരാനും തുടക്കാനും വേണ്ടി നിന്നതാണ്. പക്ഷെ അടിച്ചു വാരി തുടക്കല് പകുതി അടിച്ചു വാരല് തുടങ്ങിയിട്ട് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്ക് തന്നെ മോള് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഓളെ കാക്കാന്റെ കൂടെ ഇങ്ങോട്ടേക്ക് പോരണമെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്. അപ്പൊ പിന്നെ ഓളെ കാക്ക കൊണ്ടുവന്നാക്കി കൊടുത്തതായിരുന്നു. പിന്നെ വരുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ ഞാൻ അടിച്ചു വാരിയപ്പോഴൊക്കെ നല്ല കുട്ടിയായി കാക്ക ചോക്കോബാറും ലേസൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഓളെ അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ വേഗം നാഗൊക്കെ അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വേഗം തന്നെ തുടച്ചിടാന്ന് വിചാരിച്ചു. നമുക്ക് കഞ്ഞൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. തുടച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം വേണം ഞങ്ങൾക്ക് കഞ്ഞൊക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞാൽ തന്നെയാണല്ലോ പിന്നെ അതിന് വേണ്ടി നിന്നാ പിന്നെ അത് കഴിയണം. അല്ലാഞ്ഞാലേ ഒരു സുഖമില്ലാത്ത പോലെ കാരെ. അത് പിന്നെ വേഗം അടിച്ചു വാരാനും തുടക്കലൊക്കെ ഇങ്ങനെ കയ്യാറായിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഉച്ചക്കത്തേക്ക് ഇന്ന് കാര്യമായിട്ട് ഒന്നും ഉണ്ടാക്കാനില്ലായിരുന്നു. രാവിലെ തന്നെ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചിക്കൻ പൊരിക്കാനും ചോറ് വെക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. ചോറ് ഞാൻ മോള് വരുന്നത് കണ്ടുകൊണ്ട് തന്നെ വേഗം പോയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കഞ്ഞി കൊടുക്കണമല്ലോ, അതുകൊണ്ട് വേഗം തന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചോറ് ഞാൻ വേറെ സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം വേഗം വേവുന്ന അരിയായിരുന്നു. അതുകൊണ്ട് പിന്നെ തളയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ പൊരിച്ച് കഴിഞ്ഞിട്ട് വേണം ഓക്ക് കഞ്ഞി കൊടുക്കണമെങ്കിൽ കൂട്ടാന് ചിക്കൻ പൊരിച്ച് തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ചിക്കനും പൊരിക്കുന്നുണ്ട്. അതിന്റെ ശേഷം അപ്പോഴേക്ക് പിന്നെ ഞാനെങ്കിൽ ചിക്കൻ പൊരിച്ച് വെക്കേണ്ട കൂടെ തന്നെ തായം തുടച്ചിട്ടുണ്ടായിരുന്നു. ഓള് വന്നതിന് ശേഷം തന്നെ മേലൊക്കെ തുടച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ പിന്നെ ഓക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് കഞ്ഞി കുടിക്കണം, മെറ്റലൊക്കെ വാരിയിട്ട് മണ്ണ് കളിച്ചിട്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ മണ്ണ് കളിക്കണമെങ്കിൽ
ഇനി കുളിയൊക്കെ കഴിഞ്ഞതാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി മെറ്റൽ വാരി ക്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ വാരി ഇട്ടിട്ടും ഒക്കെയാണ് കഞ്ഞി കുടിക്കുന്നുള്ളത്. കഞ്ഞി കുടിക്കണമെങ്കിലൊക്കെ നമ്മൾ പുറത്തേക്ക് നടന്നില്ലെങ്കിൽ പിന്നെ ഫോൺ കൊടുക്കണം. ഞാൻ പിന്നെ ഫോൺ കൊടുത്തിട്ട് കഞ്ഞി കൊടുക്കണ ശീലമായിരുന്നു എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പൊ അതൊക്കെ ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഫോണൊന്നും കൊടുത്തിട്ടില്ല. ഇനി കുറച്ച് റിസ്ക് എടുത്താലും വേണ്ടി വിചാരിച്ചിട്ട് ഞാൻ പുറത്തൊക്കെ നടന്നുകൊണ്ട് അങ്ങനെ കഞ്ഞി കൊടുത്തു. അപ്പൊ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇവരും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല വിരുന്നാരൊക്കെ ഉണ്ടെന്ന്. നാത്തൂന്റെ മോളും മൂത്തച്ഛന്റെ മോളുമാണ്. അതുകൊണ്ട് പിന്നെ ഓര് അവിടെ ഇരുന്ന് ഓര് വന്നതിന് ശേഷമാണ് പിന്നെ അപ്പോഴേക്ക് ഞാൻ ഫ്രഷ് ഒക്കെ ആയി ഞങ്ങള് ഫുഡ് കഴിക്കാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉണ്ടായിരുന്നത് ചിക്കൻ കറിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും അച്ചാറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഉപ്പേരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉപ്പേരിക്കുള്ളതൊന്നും ഇല്ലായിരുന്നു. പിന്നെ പപ്പടം പൊരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ പൊരിച്ചതും ഇല്ല. പിന്നെ ഇതും കൂട്ടി കഴിക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിക്കാണ്. അപ്പൊ മോൾക്ക് ഞാൻ കഞ്ഞി കൊടുത്തതാണെങ്കിലും നിങ്ങളെ മടിയിൽ ഇരുന്നിട്ട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലേറ്റിൽ തന്നെയാണ് കഴിക്കുന്നുള്ളത്. അമ്മച്ചിന്റെ മടിയിൽ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഓള് മടിയിലൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്നുള്ളത്. കഴിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, ഒരു വെള്ളക്കുപ്പിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓരോ മുറുക്കിനും ഓരോ വെള്ളം എന്നുള്ള രീതിക്ക് അങ്ങനെ അത് കുടിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ കാക്കാന്റെ മോള് വീട്ടിക്ക് ഒരേ ആങ്ങളന്റെ താത്താന്റെ ആങ്ങളന്റെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ അവിടേക്ക് വന്നപ്പോ ഞാൻ ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ എടുത്തതാണ്. അപ്പൊ കുട്ടി എല്ലാവരുടെ അടുത്തേക്കും പോരുന്നൊക്കെ ഉണ്ടായിരുന്നു. മാഷാ അല്ലാ നല്ലൊരു കുട്ടിയായിരുന്നു. അപ്പൊ ഓക്ക് മിഠായി ഒക്കെ കൊടുത്തപ്പോ ആദ്യം ഒന്നും വാങ്ങിച്ചില്ലേലും പിന്നെ വാങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ ഞാൻ എടുത്തപ്പോഴൊക്കെ പോന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാ കുട്ടികളും എല്ലാവരുടെ അടുത്തേക്കും അങ്ങനെ വരുമൊന്നുമില്ലല്ലോ. ഇവളെ മാഷാ അല്ലാ നല്ല രീതിക്ക് തന്നെ എല്ലാവരുടെ അടുത്തേക്കും വരുന്നുണ്ടായിരുന്നു. ഓര് പിന്നെ കുറച്ച് സമയമൊക്കെ നിന്നിട്ട് ഓരോ വീട്ടിൽ തന്നെ പോയിട്ടോ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് വിരുന്നാര് വന്നവരൊക്കെ പോവുകയാണ്. ഇവര് വന്നുകാണ്ട് പിന്നെ പോകുമ്പോ നമുക്കൊരു ചായ പൊറുതേടാണല്ലോ. അപ്പൊ മോളും തന്നെ ഞാനും പോവുകയാണ് ഓരോ കൂടെ റിഫുവിന്റെ അടുത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പൊ പിന്നെ വേണ്ടിയില് വാശി പിടിക്കുന്നത് മിഠായി വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നതാണ് കേട്ടോ അത്. പിന്നെ ഓൾക്ക് മിഠായി ഒക്കെ കൊടുത്തിട്ട് ഓല കൂടെ തന്നെ പോയും ചെയ്തു. ഇന്ന് എല്ലാവരും കൂടി ചിലവഴിച്ച സമയത്ത് കുറച്ച് നല്ല വിശേഷങ്ങളായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയില്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.